വളാഞ്ചേരിയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് മൂന്നാമത്തെ ഷോപ്പാണ്. ഇത് എത്തിയത് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് എത്തിയതല്ല, ശരിക്കും ഒരു കസ്റ്റമർ ആവശ്യം കൊണ്ട് മാത്രം എത്തിപ്പെട്ടൊരു സ്ഥാപനമാണത്. ഇപ്പോൾ ഇവിടെ വളാഞ്ചേരി നേരത്തെ തന്നെ 2 സ്ഥാപനം ഉണ്ടെങ്കിലും ആ സ്ഥാപനത്തിൽ അത്യാവശ്യം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഫാമിലിയെ പോയി വണ്ടി എടുത്ത് പോയി പാർക്ക് ചെയ്ത് നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മൾ കെയർ ബേക്സ് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആ ടൗണിലെ കസ്റ്റമർ മാത്രമല്ല, കെയർ ബേക്സ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏത് ഭാഗത്ത് വരുന്നവരും എത്തിപ്പെട്ടാലും ഒരു ഫാമിലി ഉണ്ടെങ്കിൽ എവിടെ പോയി മര്യാദയ്ക്ക് നമുക്ക് വിശ്വസിച്ച് ഒരു ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മളാണെങ്കിൽ ഫാമിലി യാത്രയാണെങ്കിൽ ഫസ്റ്റ് ആലോചിക്കുന്ന ആ ഒരു കാര്യമായിരിക്കും. അങ്ങനെയാണ് കെയർ ബേക്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു വലിയൊരു ലോയാലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ്. അങ്ങനെ പല കസ്റ്റമറും ആവശ്യപ്പെട്ട് വേണം. കാരണം കോഴിക്കോടും കണ്ണൂർ മുതലുള്ള വരുന്ന കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണമൊക്കെ നല്ലതെല്ലാം കൊള്ളാം, പക്ഷേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കൊടുങ്ങല്ലൂരോ പറവൂരോ എത്തണം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആ കസ്റ്റമറുടെ നിർബന്ധം കൊണ്ട് ഒരു പാർക്കിങ്ങുള്ള സൗകര്യമുള്ള കട വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു സ്ഥാപനമാണിത്. അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു സ്ഥാപനത്തിൽ പറഞ്ഞാൽ നമുക്കിവിടെ 3 ബ്രാൻഡുകളാണ് വരുന്നത്. കെയർ ബേക്സ് ശരിക്കും ഇപ്പോൾ 4 ബ്രാൻഡുണ്ട്. അതിൽ ഒരു ബ്രാൻഡ് ഇക്കൽ എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ്, പിന്നെ ഒന്ന് വാക്കൻ ഫ്രൈഡ് ചിക്കൻ, കെയർ കഫേ, കെയർ ബേക്സ്. അതിലെ 3 ബ്രാൻഡുകളും ഇവിടെ വളാഞ്ചേരി നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലുണ്ട്. അങ്ങനെ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കസ്റ്റമർക്ക് തന്നെ സാധനങ്ങൾ പോയി നടന്ന് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കെയർ ബേക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല സൗകര്യം എല്ലാം ഇതാക്കിയിട്ടുണ്ട്. ഇനി കസ്റ്റമറെ ഒരു സാറ്റിസ്ഫാക്ഷനും നല്ലൊരു ബിസിനസ്സും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എന്നതിലുപരി ഒരുപക്ഷേ ദേശീയപാതയുടെ കടന്നു പോകുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ആളുകൾക്ക് കൂടി ഈ പ്രയോജനപ്പെടുത്താം. തീർച്ചയായിട്ടും അതന്നെ ഞാൻ പറഞ്ഞത്. കാരണം കെയർ ബേക്സിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടൗണിലത്തെ കസ്റ്റമേഴ്സ് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ കെയർ ബേക്സ് കസ്റ്റമേഴ്സാണ്. അതിൽ പ്രത്യേകിച്ച് എല്ലാ ഒഫീഷ്യൽസും, കാരണം അതറിയാം നമുക്ക് ഏതൊരു ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ഏത് ഒഫീഷ്യൽസ് ആണെങ്കിലും അവരും തേടിയെത്തുന്നത് കെയർ ബേക്സാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സാധനം, ഉപയോഗിക്കുന്ന സാധനം അത്. കാരണം ഇപ്പോൾ നമ്മളൊരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വലിയ വേറെ റെസിപ്പിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പഫ്സ് ഉണ്ടാക്കാൻ അതിന് വേറെ റെസിപ്പിയൊന്നും ഇല്ല. ഇതിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയും, അതിൽ ട്രാൻസ് ഫാറ്റ് ഇല്ലാത്ത ഫാറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ തേടിയെടുക്കുന്ന റോ മെറ്റീരിയൽ അങ്ങനത്തെയാണ്. ഇപ്പോൾ നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ഇവിടുത്തെ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ബ്രാൻഡുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത്. ഇവിടുന്ന് കൂടി ഇപ്പോൾ നമുക്ക് എൻ്റെ പ്രായത്തിനെക്കാട്ടും കൂടുതൽ ഇയേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. അന്ന് മുതൽ ഇന്നുവരെ ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നും അവർ നല്ല ആരോഗ്യത്തിരിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ തന്നെ ഇതിൻ്റെ ചെയർമാൻ ഒരു ദിവസം മിനിമം 3 ചായ കുടിക്കുന്നത്. ആളെ എനർജി ഇന്ന് ഞങ്ങൾക്കില്ല. അപ്പോൾ അതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. ഒരു പക്ഷേ നിങ്ങളും അത് പിന്തുടരും എന്ന് തന്നെയാണ് എല്ലാവരും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കാരണം നമ്മളെ ഹെൽത്ത് എന്നുള്ളൊരു വലിയ ഫാക്ടറാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നോക്കിക്കൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യം ചെയ്തു. പിന്നെ ഞങ്ങൾ കെയർ ബേക്സിൽ ഫോളോ ചെയ്യുന്ന ഒരു സിമ്പിൾ റൂൾ എന്ന് പറയുന്നത് ഞാനും അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്ത് കൊടുക്കുമോ അതാണ് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്നത് മാത്രമേ പുറത്തേക്ക് കൊടുക്കാമെന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാ സ്റ്റാഫിനോടും പറയുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഞങ്ങൾ ഏത് സ്ഥാപനത്തിൽ പോയാലും അവരെ മെസ്സത് ഭക്ഷണം ഞങ്ങൾ കഴിക്കുക. കാരണം അത് നമ്മൾ വീട്ടിലേക്കായിട്ട് സൂപ്പർ ഭക്ഷണമായിരിക്കും. പ്രവർത്തന സമയം എങ്ങനെ രാവിലെ മുതൽ എങ്ങനെയാണ്? ഇപ്പോൾ ഞങ്ങളിവിടെ 3 ടൈമിംഗാണ് ഉള്ളത്. വാക്കൻ ഫ്രൈഡ് ചിക്കൻ 11 മണി മുതൽ 11 മണി വരെ, നമ്മൾ കെയർ കഫേ 11 മുതൽ 10 മണി വരെ, ഇവിടെ അതേമാതിരി 9 മുതൽ 10 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്, ബേക്കറീൻ്റെ ടൈമിംഗ്. ഒരു കുടക്കീഴിൽ എല്ലാം ഒരുക്കാൻ പറ്റിയെന്നുള്ള സംതൃപ്തിയാണ്. അതെ തീർച്ചയായിട്ടും. അതിനും ഒരു ഭാഗ്യം കിട്ടണമല്ലോ. അതിനുള്ള സ്ഥലം കിട്ടണം, സൗകര്യം കിട്ടണം, അതിനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടണം. അങ്ങനെ എല്ലാം കൂടി ഒത്തു കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എന്താണ് ഉപഭോക്താക്കളോട് പറയാൻ? എന്തായാലും ഇങ്ങനത്തെ ഒരു സൗകര്യം നമുക്ക് തരാൻ പറ്റുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ എല്ലാവരും തയ്യാറാവുക എന്ന് മാത്രം പറയുന്നുള്ളൂ. വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണെന്ന്. കാരണം സ്വന്തം നാട്ടിൽ, അച്ഛൻ്റെ സ്വന്തം നാട്ടിൽ നല്ലൊരു പാർക്കിംഗ് സൗകര്യോടുകൂടി നല്ലൊരു സ്ഥാപനം തുടങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഗുണനിലവാരം അത് കെയറിൻ്റെ മുഖമുദ്ര തന്നെയാണ്. അത് ഇവിടെയും എല്ലാവരും പ്രതീക്ഷിക്കുക തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണോ എല്ലാ കാര്യങ്ങളും? ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ, അതിൽ മുളകായിക്കോട്ടെ, മല്ലിയായിക്കോട്ടെ, മഞ്ഞൾപ്പൊടിയായിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാം ഞങ്ങൾ തന്നെ അത് വാങ്ങിച്ച് പൊടിച്ച് ഉപയോഗിക്കുന്നതാണ്. അതിൽ അത് ഒരു പാക്കറ്റ് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഒരു കസ്റ്റമറോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇന്ന ഉപയോഗിക്കുന്നതെന്നത് ആരും ചോദിക്കില്ല. ഒരു കസ്റ്റമർ നമ്മൾ ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും നമ്മളൊരു മനസാക്ഷി ദിവസമുണ്ട്. ഈ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൽ ആണ് ആൾക്കാർ വന്ന് കഴിക്കുന്നത്. അപ്പം നല്ല സാധനം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് ചായപ്പൊടി, ഞങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി ആയിക്കോട്ടെ, അത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചായപ്പൊടിയാണ്. 3 റോസിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു റേറ്റിൽ, ആ ഒരു ക്വാളിറ്റിയിൽ എല്ലാം ഏത് റോ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലും അത് ആ ക്വാളിറ്റിയിലുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് എന്നും ആ ഒരു കസ്റ്റമർ നിലനിൽക്കുന്നത്. 50 ഉറുപ്പിക്കുള്ള ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ട് ഈ 20 ഉറുപ്പിക്കുള്ള ചായയും പപ്സും കഴിച്ച് പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്.
പ്രദേശവാസികൾക്ക് മാത്രമല്ല ഒരുപക്ഷെ ദീർഘദൂര യാത്രക്കാർക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും ഈ ഒരു ഷോ. തീർച്ചയായിട്ടും ഈ പാർക്കിംഗ് സൗകര്യം ഞാൻ അറിയാം ഒരുപാട് പേർക്ക് അത് സൗകര്യം ചെയ്യും. കാരണം ഇന്ന് എന്താ പറയുക ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ആരും ഒറ്റയ്ക്കല്ല വന്ന് പർച്ചേസ് ചെയ്യുന്നത്, എല്ലാവരും ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന സ്ഥലത്ത് വെച്ചാൽ നിന്ന് അവർക്ക് ഇറങ്ങി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനുള്ള കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റൈലിൽ തന്നെ ഇവിടെ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം, സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് അതെടുത്ത് ബാസ്ക്കറ്റിലിട്ടിട്ട് സാധനം പർച്ചേസ് ചെയ്യാൻ അതിനുള്ള സൗകര്യം കൂടി ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഉപഭോക്താക്കളോട് അവസാനമായി പറയാനുള്ളത്? എന്താണ് ആളുകളോട് പറയാനുള്ളത്? എല്ലാവരും വരിക അല്ലേ? എല്ലാവരും വരിക, ഞങ്ങളെന്താ പറയുക സ്വീകരിക്കുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.